ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ജമാൽ. സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ജമാലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് നല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇൻഡോറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ ഇത് എന്നും കനത്ത മഴയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കുറച്ച് നമ്മളൊരു ലാഗ് വന്നത്. എന്നാലും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂസ് ഓഫ് വിൽ ഓർ ഷാൾ. എപ്പോഴാണ് വിൽ ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഷാൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുണ്ടല്ലേ, എപ്പോഴാണ് നമ്മൾ വിൽ പറയേണ്ടത്, ഇനി ഷാൾ ഉപയോഗിക്കണോ വില്ല് പറയണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. ജനറലി ഈ വിൽ അതുപോലെ ഷാൾ എന്നതിന് രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ട്, രണ്ട് ചോദ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം. അപ്പോൾ നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗമായിട്ടുള്ള ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം നോക്കാം. മോഡേൺ ഇംഗ്ലീഷിൽ ഷോൾ എന്നതിൻ്റെ ഉപയോഗം കംപ്ലീറ്റ്ലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എസ്പെഷ്യലി അമേരിക്കൻ ഇംഗ്ലീഷിൽ വളരെ കുറച്ച് മാത്രമേ ഷോൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷോൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ വില്ല് ഉപയോഗിക്കണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വിൽ എന്നുള്ളത്. വിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും സ്യൂട്ടാവും. സ്യൂട്ടാകാത്ത ഏരിയയെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിനെ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോർമൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്ട്രോങ് ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോൾ നോർമൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ച സാധാരണമായിട്ടുള്ളൊരു കാര്യം ഒക്കെയാണ് ഈ നോർമൽ ഫ്യൂച്ചർ. നടക്കാൻ സാധ്യതയുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നോർമൽ ഫ്യൂച്ചർ. ഇനി സ്ട്രോങ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കാനുള്ള സംഗതികളാണ് സ്ട്രോങ് ഫ്യൂച്ചർ. ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു എക്സാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഉത്തരം, ഇതൊക്കെയാണ് സ്ട്രോങ് ഫ്യൂച്ചർ. അപ്പോൾ നോർമൽ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മൾ വില്ലിനെയും ഷാളിനെയും ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നോർമൽ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വില്ലും ഷാളും ഉപയോഗിക്കുക എന്നുള്ളത് പഠിക്കാം. നോർമൽ ഫ്യൂച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്ലാനുകളാണ്. അപ്പം ഐ അല്ലെങ്കിൽ വി ആണ് സബ്ജക്റ്റ് എങ്കിൽ, ഫസ്റ്റ് പേഴ്സൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഷാളാണ് ഉപയോഗിക്കുക. ഐ അല്ലെങ്കിൽ വി ആണ് സബ്ജക്റ്റ് എങ്കിൽ നോർമൽ ഫ്യൂച്ചറിൽ നമ്മൾ ഷാൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഐ ഷാൽ വെയിറ്റ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റേഷൻ. ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാം. അതൊരു പ്ലാനാണ് അല്ലേ. അതുപോലെ വി ഷാൽ നോട്ട് ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട് ഇഫ് വി ഡോണ്ട് ഹാവ് ടൈം. നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ പോകാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും നോർമൽ ഫ്യൂച്ചറാണ്, പ്ലാനുകളാണ്. ഇനി അതുപോലെ സെക്കൻഡ് പേഴ്സൺ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു അല്ലേ, നിങ്ങൾ എന്ന് പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് യു വിൽ ഫൈൻഡ് ദ പെൻ ഡ്രൈവ് ഇൻ ദി ലോക്കർ. ലോക്കറിൽ നിനക്ക് പെൻ ഡ്രൈവ് കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുവിൻ്റെ ശേഷം നമ്മൾ ഉപയോഗിച്ചത് വില്ലാണ്. നോർമൽ ഫ്യൂച്ചറിൽ യുവിൻ്റെ ശേഷം നമ്മൾ ഉപയോഗിച്ചത് വില്ലാണ്. ഫസ്റ്റ് പേഴ്സണിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഷോളാണ്. ഇനി ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സണിൽ എന്താണ് ഉപയോഗിക്കുക? തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദേ, ഇറ്റ്, ഷീ എന്നൊക്കെ പറയില്ലേ, അവൻ, അവൾ, അവർ, അവരുടെ എന്നൊക്കെ പറയില്ലേ, അവരല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഓൺ സെപ്റ്റംബർ 3rd. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഓൺ സെപ്റ്റംബർ 3rd. സെപ്റ്റംബർ 3 ആ സംഗതി നടക്കില്ല. സോ ഇതൊക്കെ പ്ലാനുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റേഷനെ പറ്റിയിട്ടൊക്കെയാണ് നോർമൽ ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമൽ ഫ്യൂച്ചറിൽ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഷാളും സെക്കൻഡും തേർഡ് പേഴ്സണും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വില്ലും ഉപയോഗിക്കും. നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോങ് ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. സ്ട്രോങ് ഫ്യൂച്ചർ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അതായത് ഒരു റിസൾട്ട്, ഒരു കമാൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെയ്യുമെന്ന് 100% കൂടുതൽ ഉറപ്പുള്ള ഒരു കാര്യം, ഇതാണ് സ്ട്രോങ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോങ് ഫ്യൂച്ചറിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. നേരത്തെ നമ്മൾ ഷാൾ ഉപയോഗിച്ചെടുത്ത് ഇവിടെ വില്ലാണ് ഉപയോഗിക്കുക, ഇവിടെ വില്ല് ഉപയോഗിച്ചെടുത്ത് അവിടെ നമ്മൾ ഷാളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അത്രമാത്രം. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ അവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് ഏക വ്യത്യാസമായിട്ടുള്ളത്. ഉദാഹരണങ്ങൾ കുറച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഐ ആണ് നമ്മളുടെ സബ്ജക്റ്റ് എങ്കിൽ ഐ വിൽ, നേരത്തെ നമ്മൾ ഷോള പറഞ്ഞിരുന്നത്
ഇവിടെ അതിന് പകരം ഐ വിൽ ഗെറ്റ് A+ ഓൺ ദിസ് എക്സാം, ഐ പ്രോമിസ്. ഒരു ഉറപ്പാണ്, എന്തായാലും എനിക്ക് A+ കിട്ടിയിരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഇനി സെക്കൻഡ് പേഴ്സൺ യു ആണെങ്കിൽ യു ഷാൾ ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ യു ഗോ ഔട്ട്. പുറത്ത് പോകുന്നതിന് മുമ്പ് നീ നിൻ്റെ ഹോംവർക്ക് തീർത്തിരിക്കണം. അതൊരു വാർണിംഗ് പോലെയാണ്, ചെയ്തിട്ട് പോയാൽ മതി, നേരത്തെ പറഞ്ഞ ഒരു കമാൻഡ് പോലെയാണത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സെക്കൻഡ് പേഴ്സണിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഷാളാണ്. ഇനി വി ആണെങ്കിൽ വി വിൽ നോട്ട് ടോളറേറ്റ് സ്മോക്കിംഗ് ഇൻസൈഡ് ദി ഹൗസ്. വി വിൽ നോട്ട് ടോളറേറ്റ് സ്മോക്കിംഗ് ഇൻസൈഡ് ദി ഹൗസ്. വീടിനകത്ത് പുക വലിക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യില്ല അല്ലേ. അതുപോലെ ദ മാച്ച് ഷാൾ നോട്ട് ടേക്ക് പ്ലേസ്. മാച്ച് എന്തായാലും നടക്കാൻ പാടില്ല. ഈ 4 ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതെല്ലാം വളരെ ഉറപ്പുള്ള സംഗതികളാണ്, നടന്നേ പറ്റൂ, അല്ലെങ്കിൽ ഒരു കമാൻഡുകളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഉറപ്പുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ വില്ലും സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണിൽ നമുക്ക് ഷാളും ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഗ്രാമാറ്റിക്കലി ഇത് എറർ ആകുമോ ഇല്ലയോ എന്നൊക്കെ സംശയം തോന്നുകയാണെങ്കിൽ, ഒരു സംശയം കൂടാതെ ഉപയോഗിക്കേണ്ടതാണ് വില്ല്. ഇതിലെവിടെ നിങ്ങൾ വില്ല് ഉപയോഗിച്ചാലും ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്തിനാ കപ്പിത്താൻ ഇത്രയും മിസ്റ്റർ ജമാൽ ഇത്രത്തോളം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പുറകിലുള്ള ഗ്രാമർ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വില്ല് ഉപയോഗിക്കണോ ഷാൾ ഉപയോഗിക്കണോ എന്നൊരു സംശയം വന്നാൽ അവിടെ ധൈര്യമായിട്ട് വില്ല് ഉപയോഗിക്കാം. പക്ഷേ വില്ല് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വില്ലും ഷാളും ചോദ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം. ഒരാളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ വില്ലിനെയും ഷാളിനെയും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഒരാളുടെ ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്തു തരുമോ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണ്, നിങ്ങൾക്കിത് തരട്ടെ എന്നൊക്കെ ചോദിക്കാറില്ലേ. അതുമല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു സജഷൻ നൽകുകയാണ്, നമുക്കിന്ന് രാത്രി ഇത് കഴിച്ചാലോ. ഈ 3 കാര്യങ്ങൾക്കാണ് സാധാരണ നമ്മൾ ഒരു ചോദ്യത്തിൽ വില്ലിനെയും ഷാളിനെയും ഉപയോഗിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എവിടെ വേണമെങ്കിലും വില്ല് ഉപയോഗിക്കാമെന്നുള്ള കാര്യം. പക്ഷേ ഒരാൾക്ക് നമ്മളൊരു കാര്യം ഓഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾക്കൊരു സജഷൻ നൽകുമ്പോഴോ നമ്മളൊരിക്കലും വില്ല് ഉപയോഗിക്കരുത്. അപ്പോൾ അത് തെറ്റായി പോകും. നമ്മൾ ഉപയോഗിക്കേണ്ടത്, അവിടെ മാത്രം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ടത് ഷാളാണ്. ഇനി ഉദാഹരണം നോക്കുകയാണ്. ഒരു റിക്വസ്റ്റ് നമ്മൾ എങ്ങനെ ഒരാളുടെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരുമോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചോദിക്കാം, വിൽ യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരുമോ. സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഷാൽ യു ഗെറ്റ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കില്ല. അത് ശുദ്ധ മണ്ടത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്, വിൽ യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. സിമ്പിളാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരാളോട് ചോദിക്കുകയാണ്, അങ്ങോട്ട് ചോദിക്കുന്ന ഒരാളോട് ഞാൻ നിങ്ങൾക്ക് ഗ്ലാസ് വെള്ളം കൊണ്ടുതരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുതരട്ടെ, അതൊരു ഓഫറാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കാം, ഷാൾ ഐ ഗെറ്റ് യു എ ഡ്രിങ്ക്, ഞാൻ നിങ്ങൾക്കൊരു ഡ്രിങ്ക് കൊണ്ടുതരട്ടെ. നമ്മൾ ചോദിക്കാമല്ലേ, വീട്ടിലൊരാൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൽ കുടിക്കാൻ കൊണ്ടുതരട്ടെ, ഷാൾ ഐ ഗെറ്റ് യു എ ഡ്രിങ്ക് അല്ലേ. വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിൽ ഐ ഗെറ്റ് യു എ ഡ്രിങ്ക് എന്ന് ചോദിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു സജഷൻ കൊടുക്കേണ്ട ഒരാളുടെ, ഇന്ന് രാത്രി നമുക്ക് പിസ്സ കഴിച്ചാലോ, ഇന്ന് രാത്രി നമുക്ക് ചിക്കൻ തന്തൂരി കഴിച്ചാലോ, ഷാൽ വി ഹാവ് പിസ്സ ടുനൈറ്റ്, ഷാൽ വി ഹാവ് ചിക്കൻ തന്തൂരി ടുനൈറ്റ്, ഷാൽ വി ഹാവ് പൊറോട്ട ടുനൈറ്റ്. അപ്പോൾ അതൊരു സജഷനാണ്, നമുക്കിത് കഴിച്ചാലോ, പിസ്സ രാത്രി കഴിച്ചാലോ അല്ലേ. അപ്പോൾ ആ സജഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഷോള് തന്നെ ഉപയോഗിക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, വിൽ വി ഹാവ് പിസ്സ ടുനൈറ്റ് എന്ന് ചോദിക്കരുത്, അത് തെറ്റാണ്. അപ്പോൾ ചോദ്യത്തിൽ ചോദിക്കുന്ന സമയത്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സജഷന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വിൽ അല്ലെങ്കിൽ ഷാൾ ഉപയോഗിക്കാം. ഓഫറും സജഷൻ്റെയും സ്ഥലത്ത് ഷാൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വിൽ മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ റിക്വസ്റ്റും ഓഫറും ഷാളും സജഷനും ഒക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഈ കാര്യം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വില്ലും ഷാളും ഉപയോഗിക്കുന്ന 2 രീതികൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു സംഗതിയാണ് പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹിച്ച് മുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസുമായി I'll be back. Until then, goodbye.